ഹലോ. ഇന്ന് നമുക്ക് കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഗിർ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കാമുകിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ച കാമുകൻ കാമുകി വിളിച്ചിട്ട് ഫോൺ എടുക്കാതായപ്പോൾ ആ ദേഷ്യത്തിൽ മദ്യപിച്ച കാമുകനാണെങ്കിലോ മൃഗശാലയിലെത്തി സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടി. പിന്നീട് നടന്നത് രസകരമായ കാര്യങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ നായകനായ റെജിമോനെ കാണാനില്ല എന്ന വാർത്തയാണ് കാണിക്കുന്നത്. റെജിമോനെ ഹോസ്പിറ്റലിൽ നിന്നുമാണ് മിസ്സായിരിക്കുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയക്കാരനായ ഇരവിക്കുട്ടി പിള്ളയാണെന്നൊക്കെ ന്യൂസിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്. കാരണം എന്തെന്നാൽ, ഈ ഇരവിക്കുട്ടി പിള്ളയുടെ മകളും റെജിമോനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പോൾ ജാതിയുടെ പ്രശ്നം കാരണം ഇരവിക്കുട്ടി പിള്ള അവനെ മാറ്റിയതാണോ കൊന്നതാണോ എന്നൊക്കെയുള്ള ചർച്ച നടക്കുകയാണ്. ഈ ഇരവിക്കുട്ടി പിള്ളയെ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാനായിട്ട് നേമത്ത് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്ത വന്നതോടുകൂടി എല്ലാ രാഷ്ട്രീയക്കാരും ഇരവിക്കുട്ടി പിള്ളയെ കൈയൊഴിഞ്ഞ മട്ടാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നായകനായ റെജിമോനും അവന്റെ കൂട്ടുകാരനായ അനസും കാറിൽ പോവുകയാണ്. റെജിമോന്റെ രജിസ്റ്റർ മാരേജാണ് അന്ന്. രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ്. എന്നാൽ റെജിമോന്റെ കാമുകിയായ രചനയാണെങ്കിലോ ഫോൺ വിളിച്ചിട്ട് കോൾ എടുക്കുന്നതേയില്ല. മാത്രമല്ല അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. റെജിമോന് വല്ലാതെ ടെൻഷനായി. ഈ രചന ഇരവിക്കുട്ടി പിള്ളയുടെ മകൾ കൂടിയാണ്. രജിമോൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയാണ്. മറ്റൊരു വശത്ത് മൃഗശാലയിലെ സെക്യൂരിറ്റി ഓഫീസറായ ഹരിദാസിനെ കാണിക്കുന്നു. ഹരിദാസ് ഡ്യൂട്ടിക്ക് പോകുവാനായി റെഡിയാവുകയാണ്. ഹരിദാസിന്റെ ഭാര്യയാണ് മൃദുല. മൃദുലയ്ക്കും ഹരിദാസിനുമിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അവരത്ര വലിയ ചേർച്ചയിലൊന്നുമല്ല. ഇവർ രണ്ടുപേരും PSC കോച്ചിങ് സെന്ററിൽ വെച്ച് കണ്ടുമുട്ടി പ്രണയത്തിലായതാണ്. അങ്ങനെ പ്രണയിച്ചാണ് അവർ വിവാഹം കഴിച്ചതും. ഹരിദാസിന് ജോലി കിട്ടി. മൃദുലയ്ക്കാണെങ്കിലോ ജോലി കിട്ടിയതുമില്ല. വിവാഹത്തിന് ശേഷം മൃദുലയ്ക്ക് പഠിക്കാനും പറ്റിയില്ല. ആ കാരണത്താൽ മൃദുലയ്ക്കാണെങ്കിലോ ഹരിദാസിനോട് വല്ലാത്ത ദേഷ്യമാണ്. അവർക്കിടയിൽ നല്ല ഈഗോ പ്രശ്നവുമുണ്ട്. ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ പോകുന്നുണ്ട്. എന്നാലും മൃദുലയ്ക്കാണെങ്കിലോ ഹരിദാസിന് അവളോട് സ്നേഹമില്ല. ഹരിദാസിനെ കല്യാണം കഴിച്ചതോടുകൂടിയാണ് മൃദുലയുടെ ജീവിതം പോയത് എന്നൊക്കെയാണ് അവളുടെ മനസ്സിൽ. അവൾക്ക് നല്ല ദേഷ്യവുമുണ്ട്. മൃദുലയുടെ സഹോദരന് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അവളാണെങ്കിൽ ഹരിദാസിനോട് പറയുന്നുണ്ട് ആ ചടങ്ങിന് പങ്കെടുക്കാനായി വരണമെന്ന്. എന്നാൽ ഹരിദാസ് ആണെങ്കിലോ നോക്കട്ടെ, ഞാൻ അവിടെ പോയിട്ട് ഒപ്പിട്ടിട്ട് വരാമെന്ന് പ്രത്യേകം പറയും. മൃദുലയ്ക്കാണെങ്കിലോ ഹരിദാസിനോടുള്ള ദേഷ്യം അവളുടെ മനസ്സിൽ തന്നെയുണ്ട്. അതിനുശേഷം റെജിമോനും കൂട്ടുകാരനായ അനസും ബാറിലിരുന്ന് മദ്യപിക്കുകയാണ്. രചന വിളിച്ചിട്ട് കോൾ എടുക്കാത്തതിനാൽ അവൾ അവനെ തേച്ചു എന്ന് തന്നെ അവൻ പറയുകയാണ്. ഫോൺ എടുക്കാത്തത് കൊണ്ട് അവരുടെ രജിസ്റ്റർ മാരേജ് നടന്നില്ല. അങ്ങനെ രജിമോൻ രചനയുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഈ രചനയ്ക്ക് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി. രജിമോനൊക്കെ പുട്ടുപൊടി ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അതിൽ മോഡലായി നിൽക്കാൻ വന്നതാണ് ഈ രചന. അങ്ങനെയാണ് രജിമോനും രചനയും തമ്മിൽ പരിചയമായതും പ്രണയത്തിലായതും. അവരങ്ങനെ പ്രണയിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു അവളുടെ അച്ഛനായ ഇരവിക്കുട്ടി പിള്ളയ്ക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ് രചന അവനെ വിളിച്ചത്. അപ്പോൾ അവനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുവാനായി റെഡിയായി ഇറങ്ങിയ രചനയോട് അച്ഛൻ പറയും ഞാൻ കൊണ്ടുവിടാമെന്ന്. രചനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി. അങ്ങനെ അച്ഛൻ അവളെയും കൂട്ടി കാറിൽ പോവുകയാണ്. നേരെ അച്ഛൻ പോയത് അയാളുടെ ഒരു ഗോഡൌണിലേക്കായിരുന്നു. അവിടെ ആരെയോ കെട്ടിയിട്ട് തല്ലുകയാണ്. അത് രചന കാണുന്നുണ്ട്. തന്റെ അച്ഛന് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് രചനയ്ക്ക് മനസ്സിലായി. അങ്ങനെ അച്ഛൻ രചനയെ യൂണിവേഴ്സിറ്റിയിൽ ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. എന്നാൽ രചന തന്റെ ഡ്യൂട്ടിക്ക് കയറാതെ നേരെ ഓട്ടോയിൽ കയറി സൂയിലേക്കാണ് പോയത്. എന്നും രജിമോനെ കാണുന്നത് സൂയിൽ വെച്ചാണ്. അങ്ങനെ രചന രജിമോനോട് പറയുന്നുണ്ട് അച്ഛൻ എല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നത്. അച്ഛന്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് സംശയമുണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കില്ല എന്ന് രചന പറയുമ്പോൾ രജിമോൻ പറയുന്നുണ്ട് എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ നിന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് നെഞ്ചു വിരിച്ചു നിന്ന് നിന്നെ പെണ്ണ് ചോദിക്കുമെന്ന്. അത് കേട്ട രചനയാണെങ്കിലോ നിനക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് ഒളിച്ചോടാമെന്നും പറയുകയാണ്. ഇലക്ഷൻ നടക്കുകയല്ലേ, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായ അച്ഛൻ എടുക്കില്ല എന്നും അവൾ പറയും. അങ്ങനെ അവൾ പ്ലാൻ ചെയ്തതനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യാമെന്ന് തീരുമാനിച്ച് രജിമോനും കൂട്ടുകാരനും രജിസ്റ്റർ ഓഫീസിലെത്തിയത്. എന്നാൽ രചനയാണെങ്കിലോ വന്നതുമില്ല, ഫോൺ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നതുമില്ല. രജിമോൻ ആകെ ദേഷ്യമായി മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് ധൈര്യമില്ലെന്നല്ലേ, എന്റെ ധൈര്യം ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. മൃഗശാലയിലെത്തിയ ഹരിദാസ് ഒപ്പിടാനായി ഒരുങ്ങുമ്പോൾ സൂപ്രണ്ടാണെങ്കിലോ ഹരിദാസിന് സസ്പെൻഷൻ ആണെന്ന് പറയും. കാരണം തിരക്കിയപ്പോൾ ദർശൻ എന്ന സിംഹത്തിന് ഗാർഡ്സ് കൊടുക്കുന്ന ഇറച്ചി അവരെടുത്ത് മാറ്റുന്നു. ബാക്കി വരുന്നതാണ് സിംഹത്തിന് കൊടുക്കുന്നതും. പിന്നെ ഇറച്ചി കൊടുത്തു എന്ന് തോന്നിപ്പിക്കാനായിട്ട് ഇറച്ചിയിൽ മണ്ണെണ്ണ പുരട്ടിയിടും. സിംഹം കഴിക്കാതിരിക്കുമ്പോൾ ഇറച്ചി കൊടുത്തെന്ന് മറ്റുള്ളവർക്ക് തോന്നാനാണ് അങ്ങനെ ചെയ്യുന്നത്.
ചെയ്യുന്നത്. അതിതുവരെ സെക്യൂരിറ്റി ഓഫീസർ കണ്ടുപിടിക്കാത്തതിനാലാണ് സസ്പെൻഷൻ കൊടുത്തതും. അതറിഞ്ഞ ഹരിദാസ് തന്നെ എങ്ങനെയും അതിൽ നിന്ന് ഊരി തരണമെന്ന് സൂപ്രണ്ടിനോട് പറയും. സൂപ്രണ്ട് എന്ത് ചെയ്യാനാ, തന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയും. ഇന്ന് ഞാൻ ഒപ്പിട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഹരിദാസ് ഒപ്പിടും. മറ്റൊരു വശത്ത് അനസാണെങ്കിലോ റെജിമോനെയും കൂട്ടി കാറിൽ പോവുകയാണ്. പോലീസ് ചെക്കിംഗ് ആയതിനാൽ അനസ് മൃഗശാലയ്ക്ക് അടുത്തായിട്ട് കാർ ഒതുക്കും. എന്നിട്ട് അവൻ സംഭാരവും ഐസ്ക്രീമും ഒക്കെ വാങ്ങാനായി പോകും. തിരികെ വന്നപ്പോഴോ കാറിൽ റെജിമോനില്ല. കുടിച്ച് ഫിറ്റായ റെജിയാണെങ്കിലോ സൂവിനുള്ളിലേക്ക് കയറിപ്പോയി. ഒപ്പിട്ട ഹരിദാസ് മൃദുലയെ ഫോൺ വിളിച്ച് വരാനൊരു അരമണിക്കൂറെങ്കിലും എടുക്കുമെന്ന് പറയുമ്പോൾ മൃദുലയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അതേസമയം തന്നെ അകത്ത് കടന്ന റെജിമോനാണെങ്കിലോ ഗൊറില്ലയോട് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് മൊബൈലും ദേഷ്യം വന്ന് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്യും. വീട്ടിലേക്ക് പോകുവാനായി റെഡിയാവുകയായിരുന്നു ഹരിദാസ്. ഒരു ഗാർഡ് വന്ന് വിളിക്കുന്നു. അവിടെ ആകെ പ്രശ്നമാണ്. ദർശന്റെ കൂട്ടിലാണ് പ്രശ്നമെന്ന് പറയും. ഹരിദാസ് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, മദ്യപിച്ച് ബോധമില്ലാത്ത റെജി ദർശൻ കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഗുഹയിലായിരുന്ന ദർശനെ പുറത്തേക്ക് വരാനായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ ധൈര്യമില്ലെന്ന് രചന പറഞ്ഞതിനാലാണ് തന്റെ ധൈര്യം കാണിക്കാനാണ് സിംഹക്കൂട്ടിൽ റെജി ഇറങ്ങിയതും. അനസും അവിടേക്ക് വരും. അനസ് റെജിയോട് കയറി വരാനൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കുവാൻ റെജി കൂട്ടാക്കുന്നില്ല. അതൊക്കെ കാണുന്ന ഹരിദാസ് എത്രയും വേഗം അയാളെ പുറത്തിറക്കണം. ഇപ്പോൾ ദർശൻ ഇറച്ചി കഴിച്ചിട്ട് കിടക്കുകയാണ്. അടുത്ത വിശപ്പിന് മുമ്പ് അയാളെ പുറത്തിറക്കണമെന്നും സൂപ്രണ്ടിനോടും ഗാർഡ്സിനോടും പറയും. ഉടനെ തന്നെ ഏണി എടുക്കുവാനായും പറയുകയാണ്. എന്നിട്ട് ഫയർഫോഴ്സിലും വെറ്റിനറി ഡോക്ടറായ കുരുവിളയെയും വിവരം അറിയിക്കും. ഏണി ഇറക്കി അതിലൂടെ ഹരിദാസും 2 ഗാർഡ്സും ദർശന്റെ കൂട്ടിലിറങ്ങി. റെജിമോനെ പിടിക്കുവാനായി നോക്കിയപ്പോഴോ റെജിമോനാണെങ്കിൽ ഓടുകയാണ്. ഒരുവിധം പിടികൂടിയപ്പോൾ ദർശൻ എന്ന സിംഹം പുറത്തേക്ക് വന്നിരുന്നു. പേടിച്ച ഗാർഡ്സ് ഏണി വഴി പുറത്തേക്കും പോയി. ഹരിദാസ് റെജിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി നോക്കിയപ്പോഴോ റെജിയാണെങ്കിലോ പോകുവാനായും കൂട്ടാക്കുന്നില്ല. ഹരിദാസ് ഏണി വഴി കയറാൻ നോക്കുമ്പോൾ ഏണി ഒടിഞ്ഞ് ഹരിദാസ് തറയിലും വീണു. ബഹളമുണ്ടാക്കുന്ന റെജിയെ പിടികൂടിയ ഹരിദാസ് സിംഹത്തിന് വിശപ്പ് വന്നാൽ നിന്റെ കാര്യം തീർന്നു എന്ന് പറയുമ്പോഴേക്കും അതൊന്നും കേൾക്കുവാൻ റെജി കൂട്ടാക്കിയില്ല. ഇവരുടെ പിടിവലികൾ നോക്കി നിൽക്കുന്ന സിംഹം ദാഹിച്ചു പോയി വെള്ളം കുടിക്കും. അപ്പോൾ അവിടേക്ക് ഫയർഫോഴ്സ് എത്തിയിരുന്നു. എന്നാൽ അവർക്കാണെങ്കിലോ സൂവിന്റെ കവാടം കടക്കുവാനായും പറ്റുന്നില്ല. അതേസമയം വെറ്റിനറി ഡോക്ടറും അവിടെ എത്തുകയാണ്. മയക്കുവെടി വെക്കാൻ മരുന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് തീർന്നു. പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നമായതിനാൽ ഞാൻ ഇവിടെ വന്നിട്ടേയില്ല, ഞാൻ ലീവാണെന്ന് പറയണമെന്ന് സൂപ്രണ്ടിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഡോക്ടർ പോയി. ഫയർഫോഴ്സിന്റെ വണ്ടിക്കാണെങ്കിലോ ഉള്ളിൽ കയറണമെങ്കിൽ കവാടം പൊളിക്കണം. എന്നാൽ അതിലാണെങ്കിലോ സൂ ആൻഡ് മ്യൂസിയം കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റിന്റെ പ്രതിമയുണ്ട്. പൊളിച്ചാൽ ആകെ പ്രശ്നമാകുമെന്ന് സൂപ്രണ്ട് പറയുമ്പോൾ അതിനൊന്നും സംഭവിക്കാതെ നമ്മൾ നോക്കാമെന്നും കുറച്ച് പൊളിച്ച് അകത്ത് കയറാമെന്നും അവർ പറയുമ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് സൂപ്രണ്ട് അവിടെ നിന്ന് പോകും. ഹരിദാസ് എത്ര ശ്രമിച്ചിട്ടും റെജി അടുക്കുന്നതേയില്ല. അതേസമയം ന്യൂസ് ചാനലുകാരൊക്കെ അവിടെ എത്തിയിരുന്നു. ന്യൂസിലൊക്കെ റെജിയുടെ കാര്യം നിറഞ്ഞു നിൽക്കുകയാണ്. റെജിയുമായുള്ള പിടിവലിയിൽ ഹരിദാസിന്റെ ഫോൺ തറയിൽ പോയി. അപ്പോഴേക്ക് മൃദുല കോൾ ചെയ്യും. ബെല്ല് കേട്ട സിംഹമാണെങ്കിലോ മൊബൈലിൽ ആഞ്ഞു ചവിട്ടി ഫോണൊന്ന് പൊട്ടിച്ചു. കോള് കട്ടായതും ഹരിദാസ് മനഃപൂർവ്വം കോള് കട്ട് ചെയ്തതാണെന്ന് കരുതി ദേഷ്യം വന്ന മൃദുല ഇനി അയാളെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സഹോദരനെയും അച്ഛനെയും കൂട്ടി പെണ്ണ് കാണുവാനായും പോകും. മറ്റൊരു വശത്ത് രചനയെ കാണിക്കും. രചന വീട്ടുതടങ്കലിലാണ്. അവളുടെ ഫോൺ വീട്ടുകാർ വാങ്ങി വെച്ചിരിക്കുകയാണ്. അതിനാലാണ് റെജി വിളിച്ചിട്ടും കിട്ടാത്തത്. രചനയെ പെണ്ണ് കാണാനായി ആള് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, മൃദുലയും സഹോദരനും അച്ഛനുമായിരുന്നു. എന്നാൽ ഫയർഫോഴ്സുകാരാണെങ്കിലോ കയറി വെച്ച് റെജിയെ കെട്ടി പുറത്തെടുക്കാനായി നോക്കുമ്പോൾ ഹരിദാസ് കെട്ടിയ കെട്ട് റെജി അഴിച്ചുവിടും. വീണ്ടും ബഹളമുണ്ടാക്കും. മറ്റൊരു വശത്ത് വീട്ടുകാരുടെ നിർബന്ധത്തിന് ചായയുമായി രചന പെണ്ണ് കാണാൻ വന്നവർക്ക് മുന്നിലേക്ക് വന്നു. പയ്യനുമായി ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ രചന റെജിയെ വിളിക്കും. ഫോൺ ആദ്യമേ തന്നെ അവൻ പൊട്ടിച്ചു കളഞ്ഞല്ലോ. രചന വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല. അവൾ അനസിനെ വിളിച്ചപ്പോൾ TV ഓൺ ചെയ്യാനായി അനസ് പറഞ്ഞു. TV ഓണാക്കിയ രചന കണ്ടത് സിംഹക്കൂട്ടിൽ നിൽക്കുന്ന റെജിയാണ്. അത് കണ്ട് പേടിച്ച രചന തന്റെ സ്കൂട്ടിയിൽ സൂവിലേക്ക് പോയി. വീട്ടുകാർക്കാണെങ്കിലോ അവൾ എവിടെ പോയെന്ന് മനസ്സിലാകുന്നതേയില്ല. വീട്ടുകാരും അവളെ ഫോളോ ചെയ്യുവാനായും തീരുമാനിച്ചു. അപ്പോഴാണ് മൃദുലയും TV-യിൽ ന്യൂസ് കണ്ടത്. തന്റെ ഭർത്താവും സിംഹക്കൂട്ടിൽ അകപ്പെട്ടെന്നറിഞ്ഞ മൃദുല നേരെ സൂവിലേക്ക് പോകും. വിവരമറിഞ്ഞ റെജിയുടെ വീട്ടുകാരും സൂവിലേക്ക് പോവുകയാണ്. അതേസമയം ഫയർഫോഴ്സുകാര് കവാടം പൊളിച്ചതിനാൽ പ്രതിമയും തകർന്നു. സൂപ്രണ്ടിനാകെ തലവേദനയായി. മൃദുലയും രചനയും റെജിയുടെ വീട്ടുകാരുമൊക്കെ സൂവിലെത്തി. ഹരിദാസ് രജിയെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രജി സിംഹത്തെ നോക്കി വല്ലാതെ ബഹളം വയ്ക്കും. എന്നാൽ അത്രയും നേരം മിണ്ടാതിരുന്ന സിംഹം അവരെ ഉപദ്രവിക്കുവാനായും ശ്രമിക്കും. കൈകൊണ്ട് അടിക്കാൻ നോക്കിയ സിംഹത്തിന്റെ നഖം കൊണ്ട് രജിയുടെ നെഞ്ചിൽ മുറിവുണ്ടായി. അത് കാണുന്ന ഫയർഫോഴ്സുകാരാണെങ്കിലോ സിംഹം അവരെ ഉപദ്രവിക്കാതിരിക്കാൻ സിംഹത്തിന് നേരെ വെള്ളമൊഴിച്ചു.
സിംഹം ഓടി മാറിയതും റെജിയെയും കൊണ്ട് ഹരിദാസ് ഒരു മരത്തിന് പിന്നിലേക്ക് ഒളിച്ചു. വെള്ളം വീണതും പിന്നെ മുറിവിന്റെ വേദനയിലും റെജിക്ക് ബോധം വന്നു. കുടിച്ചുകൊണ്ട് താൻ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയെന്ന് റെജിക്ക് മനസ്സിലായി. അപ്പോഴേക്കും സൂപ്രണ്ട് വിളിച്ചിട്ട് മയക്കുവെടി വെക്കാനായി തമ്പി എന്നൊരാൾ എത്തുകയാണ്. തമ്പി വെടിവെക്കുവാനായി ഉന്നം പിടിച്ചു നിൽക്കും. ഹരിദാസ് തന്നെ ആക്രമിക്കാൻ വന്ന സിംഹത്തിനെ നേരിട്ട് കൊണ്ട് നിൽക്കവേ തന്നെ കൈ വിറച്ച തമ്പി വെടിവെച്ചത് മാറിക്കൊണ്ടത് ഹരിദാസിനായിരുന്നു. ഹരിദാസിന്റെ സ്വബോധം നഷ്ടമായി. അപ്പോഴാണ് മറ്റുദ്യോഗസ്ഥർ പറഞ്ഞ് തമ്പിക്ക് 2 പെഗ് അടിച്ചാലേ കൈവിറയൽ മാറൂ എന്നറിഞ്ഞ സൂപ്രണ്ട് മദ്യം വാങ്ങുവാനായും പറഞ്ഞു. അങ്ങനെ 2 പെഗ് അടിച്ച് പൂർവാധികം ശക്തിയോടെ വന്ന തമ്പി വീണ്ടും ഉന്നം പിടിച്ചു. അപ്പോഴേക്കും റെജിയെ ബോധമില്ലാത്തപ്പോൾ ഹരിദാസ് പിടിച്ചിരുന്നത് പോലെ തന്നെ ഹരിദാസിനെ പിടിച്ചിരിക്കുകയാണ് റെജി. ഹരിദാസ് എന്തൊക്കെയോ ബോധമില്ലാതെ സംസാരിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും ആക്രമിക്കാൻ വന്ന സിംഹത്തിനെ തമ്പി വെടിവെച്ചു. സിംഹം മയങ്ങി വീണു. കൂട്ടിൽ നിന്നും റെജിയെയും ഹരിദാസിനെയും പുറത്തിറക്കി. ഹരിദാസ് ബോധമില്ലാത്ത അവസ്ഥയിലാണ്. മൃദുലയ്ക്ക് ഹരിദാസിനെ കണ്ട് പാവം തോന്നി. എന്നാൽ റെജിയെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റെജിയെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ കൂടെ രജനിയും അവിടെ എത്തിയ അച്ഛനെ മൈൻഡ് ചെയ്യാതെ ആംബുലൻസിൽ കയറി. എന്തായാലും അച്ഛൻ നിന്നെ വെറുതെ വിടില്ലെന്ന് രചന പറയുമ്പോൾ വേറെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന് റെജി പറയും. ഹോസ്പിറ്റലിൽ ഹരിദാസിനെ കാണാനെത്തുന്ന മൃദുലയോട് ഹരിദാസ് പഴയ കാലത്തിൽ എവിടെയോ സ്റ്റക്കാണെന്ന് ഡോക്ടർ പറയും. ഹരിദാസിനടുത്തെത്തിയ മൃദുലയ്ക്ക് തന്നെ പ്രണയിച്ചിരുന്ന കാലമാണ് ഹരിദാസ് പിച്ചും പേയും പറയുന്നതെന്ന് മനസ്സിലായി. അവനെ കെട്ടിപ്പിടിച്ചവൾ കരയും. ഹരിദാസ് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മൃദുലയ്ക്ക് മനസ്സിലായി. അവളുടെ മനസ്സിലുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറി സ്നേഹമായി. രണ്ടാൾക്കും ഇടയിലുള്ള പ്രശ്നവും തീർന്നു. മറ്റൊരു വശത്ത് രജനിയുടെ അച്ഛനാണെങ്കിലോ അനസിനെ കൊണ്ടുപോയി തല്ലുകയാണ്. അതേസമയം തന്നെ ഹോസ്പിറ്റലിൽ രജിയെയും കാണുന്നില്ല. അതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതും. രജിയെ കടത്തിക്കൊണ്ടു പോയതാണെന്നും ദുരഭിമാന കൊലയാണെന്നും അതിന് പിന്നിൽ രജനിയുടെ അച്ഛനായ ഇരവിയാണെന്നും ന്യൂസിൽ വരും. ഇരവിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നായി. സത്യത്തിൽ രജിയെ കടത്തിയത് ഇരവിയും ഗ്യാങ്ങും ഒന്നുമല്ല. ആരെന്ന് അവർക്കറിയത്തുമില്ല. ഇരവി തന്റെ കൂട്ടാളികളോട് ചോദിച്ചപ്പോഴോ അവർക്കും അറിയില്ല. സത്യത്തിൽ രജിയും രജനയും പ്ലാൻ ചെയ്തതാണ്. ഇത്തരമൊരു ന്യൂസ് പുറത്തു വന്നാൽ ഇരവി രജിയെ ഒന്നും ചെയ്യില്ല എന്ന് രജിക്കറിയാം. രജി ഇരവിയെ കാണാനായി എത്തിയപ്പോഴോ തന്റെ രാഷ്ട്രീയ ഭാവി നശിക്കാതിരിക്കാനായി ഇരവി വിവാഹത്തിനും സമ്മതിച്ചു. അങ്ങനെ അവരുടെ രണ്ടാളുടെയും വിവാഹവും കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ദർശനെ തിരുവനന്തപുരം സൂവിൽ നിന്നും ഗ്വാളിയറിലേക്ക് മാറ്റുകയാണ്. മറ്റൊരു പെൺസിംഹവുമായി ഇണചേർക്കാൻ. ദർശനെ കാണാനായി ഹരിദാസും മൃദുലയും റെജിയും രജനിയും ഒക്കെയുണ്ട്. ദർശനെ കയറ്റിയ കോടിന് മുന്നിൽ നിന്നും അവർ സെൽഫി എടുക്കുന്നു. അതോടെ സിനിമയും അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.